പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ 15 വർഷം നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ചരിത്രപരമായ വിജയത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നോട്ട് വെച്ചത്. ദീദി പടിയിറങ്ങുകയും BJP 200ഓളം സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം വലിയൊരു മാറ്റത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ ഈ വിജയം പുറമേ കാണുന്നത് പോലെ അത്ര സുഗമമായ ഒരു ഭരണ കാലഘട്ടത്തിലേക്ക് BJPയെ നയിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അധികാരത്തിലേറുന്ന BJP സർക്കാരിന് മുന്നിൽ ഭരണപരമായ വെല്ലുവിളികൾക്ക് പുറമെ രാഷ്ട്രീയമായ അസ്ഥിരതയുടെ നിഴൽ വീണ് കിടക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ BJPക്ക് സാധിച്ചു എന്നത് വലിയ നേട്ടമാണ്. എങ്കിലും ഈ വിജയം പലപ്പോഴും വോട്ട് ബാങ്കിലെ ചെറിയ ശതമാനങ്ങളുടെ മാറ്റത്തിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പിലും അധിഷ്ഠിതമാണ്. മമതാ ബാനർജിയെ പോലുള്ള ഒരു പോരാളിയായ നേതാവ് പ്രതിപക്ഷത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ സർക്കാരിന്റെ ഓരോ നീക്കവും കരുതലോടെ തന്നെ വേണ്ടിവരും. തൃണമൂൽ കോൺഗ്രസ് താഴെത്തട്ടിൽ ഇപ്പോഴും നിലനിർത്തുന്ന കേഡർ സംവിധാനം BJP സർക്കാരിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴിമരുന്നിട്ടേക്കാം. ഇത് ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നടന്ന പ്രത്യേക പരിഷ്കരണങ്ങളും ലക്ഷക്കണക്കിന് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടതും വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തങ്ങളുടെ വോട്ടർമാരെ ബോധപൂർവം ഒഴിവാക്കിയതാണ് എന്ന തൃണമൂലിന്റെ ആരോപണം വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടങ്ങളിലേക്കും രാഷ്ട്രീയ സംഘർഷങ്ങളിലേക്കും നീങ്ങിയേക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ അധികാരത്തിലേറുന്ന സർക്കാർ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്നതിൽ പലർക്കും സംശയം നിലനിൽക്കുന്നു. BJPക്കുള്ളിലെ തന്നെ നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും മറ്റൊരു വെല്ലുവിളിയാണ്. കേരളത്തിൽ UDFന്റെ ഭരണാരോഹണവും തമിഴ്നാട്ടിൽ വിജയുടെ TVKയുടെ അപ്രതീക്ഷിത മുന്നേറ്റവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ബംഗാളിലെ സാഹചര്യം ഏറെ സങ്കീർണമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരത്തെയും ശക്തമായ പ്രതിപക്ഷത്തെയും നേരിട്ട് 5 വർഷം തികയ്ക്കുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായിരിക്കും. ദീദിയുടെ പടിയിറക്കം ഒരു അന്ത്യമൊന്നുമല്ല, മറിച്ച് ബംഗാൾ രാഷ്ട്രീയത്തിലെ പുതിയൊരു സംഘർഷഭരിതമായ അധ്യായത്തിന്റെ തുടക്കമാകാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. ഭരണം കിട്ടിയതിനേക്കാൾ അത് വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയേക്കാൾ വെല്ലുവിളി ഉയർത്തുന്നതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന മമതാ ബാനർജി. അത് വലിയ പ്രശ്നങ്ങളാണ് BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞാലും പിന്നീടും അതേക്കുറിച്ച് ചിന്തിക്കുന്നവരും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. രാഷ്ട്രീയ ബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ട സംഗതി തന്നെയാണ്. പക്ഷേ നമുക്ക് സാമ്പത്തിക അവബോധം കൂടി ആവശ്യമാണ്. ആദ്യം നമ്മുടെ സ്വന്തം കുടുംബത്തെയെങ്കിലും നമ്മൾ സാമ്പത്തികമായി സുരക്ഷിതമാക്കണം. അതിന് പ്രായോഗികമായി ചെയ്യേണ്ട കാര്യമാണ് ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റൽ ബില്ലിനെ കുറിച്ച് ഓർത്ത് പേടിക്കാതെ നല്ല ചികിത്സ നേടുക എന്നുള്ളത്. പല കുടുംബങ്ങൾക്കും ഇന്നത് സാധിക്കാറില്ല. ഉണ്ടാക്കി വെച്ചതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയും വരാറുണ്ട്. അതുകൊണ്ട് എല്ലാ കുടുംബത്തിനും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമ്പാദിക്കുന്ന ആളുടെ മരണവും പല കുടുംബങ്ങളെയും സാമ്പത്തികമായി തളർത്താറുണ്ട്. അതില്ലാതിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് കൂടി എടുത്തു വെക്കണം. ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളിൽ ഇപ്പോൾ ഇതെല്ലാം നൽകുന്നുണ്ട്. ഇത്തരം കമ്പനികളുടെ പ്ലാനുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലുള്ള ലിങ്കിൽ പോയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. 400-500 രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന 1 കോടി വരെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് പ്ലാനുകളും 2 കോടി വരെ കവറേജ് കിട്ടുന്ന ടേം പ്ലാനുകളും നിങ്ങൾക്ക് എടുത്തു വെക്കാം. കാരണം നമ്മുടെ നാട് മുന്നേറണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സാമ്പത്തികമായി കൂടി സുരക്ഷിതമായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള ബേസിക് കാര്യങ്ങളാണ്. ഇത് പിന്നത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഇപ്പോഴാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടോട് കൂടി ടേം ഇൻഷുറൻസും 25% വരെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസും എടുക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്ന മാറ്റങ്ങളാണ് അടയാളപ്പെടുത്തുന്നത്. തിരികെ വരികയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്ന മാറ്റങ്ങളാണ് അടയാളപ്പെടുത്തുന്നത്. ബംഗാൾ മുതൽ കേരളം വരെയും തമിഴ്നാട് മുതൽ ആസം വരെയുള്ള വോട്ടർമാർ നൽകിയ വിധിയെഴുത്തുകൾ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമ ബംഗാളിലെ BJPയുടെ വിജയവും തമിഴ്നാട്ടിലെ വിജയുടെ രാഷ്ട്രീയ തേരോട്ടവും തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP സർക്കാർ അധികാരത്തിലേറുന്നത് കേവലം ഒരു ഭരണം മാറ്റം മാത്രമായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന ഇടതു പ്രാദേശിക പാർട്ടി ആധിപത്യത്തിന്റെ അന്ത്യം കൂടിയാണത്.
മമതാ ബാനർജി സ്വന്തം മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തുന്നുണ്ട് എങ്കിലും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ നേരിട്ട പതനം അപ്രതീക്ഷിതമായിരുന്നു. 15 വർഷത്തെ ദീദിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP ഓഫീസുകളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ വിജയം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ബംഗാളിന്റെ സങ്കീർണമായ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുതിയ സർക്കാരിന് എത്രത്തോളം സ്ഥിരതയോടെ ഭരിക്കാൻ കഴിയുമെന്നത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നതാണ് പറയാനുള്ളത്. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVK നേടിയ വിജയം ഒരു ജനറേഷൻ സൈഡ് മാറ്റവുമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ജെൻസി നൽകിയ ഒരു വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. യുവ വോട്ടർമാരും അവരുടെ കുടുംബങ്ങളും രാഷ്ട്രീയ പാരമ്പര്യങ്ങളെക്കാൾ മാറ്റത്തിന് മുൻഗണന നൽകിയതാണ് വിജയുടെ മാറ്റത്തിന് കാരണമായത് എന്ന വിലയിരുത്തലുകളാണ് വരുന്നത്. ഏകദേശം 40% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിജയുടെ പിന്നിൽ അണിനിരന്നു എന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ പുതിയൊരു ധ്രുവീകരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിജയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എങ്കിലും തമിഴ് മണ്ണിൽ BJPയെയും അതുപോലെ തന്നെ DMKയെയും ഒരുപോലെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വലിയ പ്രത്യേകത ഉള്ള കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ LDF ഭരണത്തിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ച ജനത UDFനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റിയപ്പോൾ അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണം നിലനിർത്തി രാഷ്ട്രീയ സ്ഥിരതയാണ് പ്രകടമാക്കിയത്. ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും ഒരേ സമയം ഉണ്ടായ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബംഗാളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ബംഗാളിലെ BJP വിജയവും തമിഴ്നാട്ടിലെ വിജയുടെ ഉദയവും ഇന്ത്യൻ രാഷ്ട്രീയത്തെ വരും വർഷങ്ങളിൽ ഏത് ദിശയിലേക്ക് നയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നത് പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലേറുന്നതോടെ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പോരാട്ടം അവസാനിക്കുകയല്ല ചെയ്യുന്നത്, അത് കൂടുതൽ കരുത്തുറ്റതാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. 15 വർഷം നീണ്ടുനിന്ന ഭരണത്തിന് ശേഷം പ്രതിപക്ഷ നിരയിലേക്ക് മാറുമ്പോൾ BJPയെ ഭരണത്തിൽ പൂട്ടാൻ മമത പ്രയോഗിക്കാൻ സാധ്യതയുള്ള തന്ത്രങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തെ വീണ്ടും പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം മമത അടങ്ങിയിരിക്കില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളി അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം തന്നെയായിരിക്കും. അതായത് BJPയെ സംബന്ധിച്ച് ഒരു പുറത്തുകാർ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് പാർട്ടിയായിട്ട് ചിത്രീകരിക്കുന്നതിൽ മമത നേരത്തെ തന്നെ വിജയിച്ച ആളാണ്. കേന്ദ്ര സർക്കാർ ബംഗാളിലെ താല്പര്യങ്ങൾ ബലി കഴിക്കുന്നു എന്ന ആരോപണം വരും ദിവസങ്ങളിൽ മമത ശക്തമായി തന്നെ ഉയർത്തും. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അപാകതകളെ കുറിച്ചുള്ള നിയമ പോരാട്ടമാണ് മമതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം. അതിനുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതായത് SIR ഒരു വലിയ അഴിമതിയാണ് എന്ന് മമത ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വോട്ടർമാരെ തഴഞ്ഞതിലൂടെയാണ് BJP അധികാരത്തിലെത്തിയത് എന്ന വാദം ജനങ്ങൾക്കിടയിൽ നിരന്തരം പ്രചരിപ്പിക്കുക വഴി പുതിയ സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കാൻ മമത ശ്രമിക്കുക തന്നെ ചെയ്യും. തെരുവിലിറങ്ങിയുള്ള പോരാട്ടങ്ങളിൽ മമതയ്ക്കുള്ള പ്രാഗൽഭ്യം BJP സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്താൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ കേഡർ സംവിധാനം ഉപയോഗിച്ച് ഓരോ ജനകീയ വിഷയത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. കൂടാതെ BJPക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും മമതയ്ക്ക് അനുകൂലമായ ഘടകം തന്നെയാണ്. തൃണമൂലിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയ നേതാക്കളും പഴയ BJP പ്രവർത്തകരും തമ്മിലുള്ള വടംവലി മമത കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. BJP ഭരണത്തിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ ഭരണത്തിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാനും ഭരണം വീഴ്ത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനും മമത ഇനി മടി കാണിക്കില്ല. ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ എന്ന പേരിൽ ദേശീയ തലത്തിലുള്ള BJP വിരുദ്ധ മുന്നണിയെ ബംഗാളിൽ കേന്ദ്രീകരിച്ച് ശക്തിപ്പെടുത്താനും അവർ ശ്രമിക്കും. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഒരു പുതിയ തുടക്കമാണ്. അതായത് ബംഗാൾ വിജയിച്ച ശേഷം ഡൽഹി പിടിക്കുമെന്ന അവരുടെ പ്രഖ്യാപനം തോൽവിയിലും അവർ തളർന്നിട്ടില്ല എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. ജനക്ഷേമ പദ്ധതികൾ മുടങ്ങുകയോ കേന്ദ്ര നയങ്ങൾ ബംഗാളിന് വിനയാകുകയോ ചെയ്യുന്ന ഓരോ നിമിഷവും BJP സർക്കാരിനെ പൂട്ടാനുള്ള അവസരമായിട്ട് തന്നെ മമത അത് ഉപയോഗിക്കും. ബംഗാൾ എന്ന വൈകാരിക മണ്ണിൽ BJPക്ക് വേരുറപ്പിക്കുക എന്നത് മമതയുടെ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമുള്ളപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് തെരുവിലേക്ക് മാറുന്ന മമത BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തെക്കാൾ വലിയ തലവേദനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭരണം നഷ്ടപ്പെട്ട മമതയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ബംഗാളിലെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷ കൈവരിക്കാനുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ഇതേക്കുറിച്ച് കൂടി ഞാൻ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ ചെയ്തു വെക്കേണ്ട ഒരു കാര്യവുമാണ്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് ചെക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ഇനിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും എന്തുകൊണ്ട് BJP ഇവിടെ ജയിച്ചു എന്നതും നിങ്ങൾക്ക് പറയാനുണ്ടാകുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.